കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ബഹ്റയെ നിങ്ങളെല്ലാം കൂടെ ടാർഗറ്റ് ചെയ്യാണ്. ഈ ഇതിനെന്തെങ്കിലും തെളിവുകളോ എന്തെങ്കിലും ഉണ്ടോ? അല്ല, താങ്കളൊക്കെ ഒരുപാട് തെളിവുകൾ പുറത്ത് കൊണ്ടുവരുന്ന ആളാണല്ലോ. എന്തൊന്നും ചെയ്യാത്തത്? ഇൻവെസ്റ്റിഗേറ്റ് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള വിവരങ്ങളുണ്ട്, വെരിഫൈഡ് വിവരങ്ങളുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ, ഇപ്പോഴും ലാവണങ്ങളിൽ ഇരിക്കുന്ന, അതും നമ്മുടെ മുഖ്യമന്ത്രിയുടെയൊക്കെ ഏറ്റവും വിശ്വസ്തനായിട്ട്, പിന്നെ നമ്മൾ പറയേണ്ട ഭാഷ വേറെയാണ്, ആ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ദില്ലിയുടെ ഇടനാഴികളിൽ, അധികാര ഇടനാഴികളിൽ കേരള സർക്കാരിന് വേണ്ടി പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതായത് കേരളത്തിലെ ഈ BJP റിക്രൂട്ട്മെന്റ് നടത്തുന്നവർ ഈ പറയുന്ന അതല്ല, അതൊരു പാക്കേജാണ്. CPM BJP പാക്കേജാണ്. കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും അടർത്തിക്കൊണ്ടു പോകാൻ പറ്റുമെങ്കിൽ അത് കൊണ്ടുപോകാം. രണ്ടു കൂട്ടരും യോജിക്കുന്ന ഒരു പോയിന്റാണിത്. പക്ഷേ അറിയാതെ ഇപ്പം പറഞ്ഞു പോകുമ്പം അവർ ആലോചിക്കേണ്ടത് അവരുടെ കൂടെ ഇല്ലവരെയും പോകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ. ഇല്ല, ഇതിൽ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ ലോക്നാഥ് ബെഹ്റയാണെന്നുള്ളൊരു ആരോപണം നിങ്ങൾ കോൺഗ്രസിനുണ്ട്. പക്ഷെ എങ്ങനെ അവിടെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു വലിയ കോൺഗ്രസ് നേതാവിൻ്റെ വസതിയിലേക്ക് അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് അവർക്ക് കയറിപ്പറ്റാൻ പറ്റിയെന്നുള്ളതാണ് നിർഭാഗ്യകരമാണ്. അത് നിർഭാഗ്യകരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യകരമാണ്. അദ്ദേഹം അല്ല, ഒരുപക്ഷെ ലീഡറെ കുറിച്ച് ഏറ്റവും നല്ലോണം അറിയാവുന്ന ഒരാൾ താങ്കളാണ്. ഒരു മകനെ പോലെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇത്തരത്തിലൊരാൾ പോകുന്നു. ഇപ്പോൾ AK ആന്റണി, കോൺഗ്രസിലെ ഏറ്റവും ആദർശധീരനായ ഒരു നേതാവിൻ്റെ മകൻ അനിൽ ആന്റണി BJPയിലേക്ക്, കരുണാകരനെ പോലുള്ള ഒരു കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്ന ഒരാളുടെ മകൾ BJPയിലേക്ക്. ഇത് വോട്ട് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഇതിൻ്റെ ഒരു ഓപ്റ്റിക്സ് കേരളത്തിൽ ഇത് കാണുമ്പോൾ നമുക്ക് അതിന് ഒരു, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓപ്റ്റിക്സ് ഉണ്ട്. ഇതൊക്കെ മുൻപ് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഇത് അറിയാമല്ലോ. പിന്നെ നമ്മുടെ BJPയുടെ പിന്നെ പ്രതിരോധ മന്ത്രിയായിരുന്ന രാജസ്ഥാനിൽ നിന്നല്ലേ അദ്ദേഹത്തിന്, ജസ്വന്ത് സിംഗിന്റെ മാനവേന്ദ്ര സിംഗ് കോൺഗ്രസിലുണ്ടായിട്ടുണ്ട്. കണ്ടൂരിയുടെ മകൻ കോൺഗ്രസിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ താങ്കൾ പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് വസന്തേ, പിന്നെ ഞാൻ കോൺഗ്രസിൻ്റെ ആശയങ്ങളിൽ വിശ്വസിച്ച് ഈ പാർട്ടിയിൽ വന്നു ചേർന്നതാണ്. എൻ്റെ ജീവിതത്തിൽ എന്നോ മുന്നോട്ട് പോകുമ്പം എനിക്ക് സ്ഥാനമാനങ്ങൾ തന്നിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. ആർക്കും സ്ഥാനമാനം കൊണ്ട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എല്ലാവരും. പക്ഷെ നിങ്ങളുടെ തുലാസിൽ സ്ഥാനമാനങ്ങളും നിങ്ങളുടെ ആശയങ്ങളും വരുമ്പോൾ ഏതാണ് വലുതെന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം വ്യക്തിപരമായിട്ട് നമ്മുടേതാണ്. അവിടെ ചിലർ പതറിപ്പോകുന്നുണ്ട്. അത് ഇത്തരം വലിയ മനുഷ്യരുടെ മക്കളും പതറിപ്പോകുന്നതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ച് വിഷമിക്കാനേ പറ്റുള്ളൂ.